ഈ കരാളം ഉപയോഗിച്ച് തന്നെ. കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായി. മേഘനാഥൻ ഞങ്ങളെ കുടുംബത്തിലേക്ക് വിളിച്ചു വരുത്തിയിരുന്നു. എനിക്ക് തോന്നുന്നത് അയാളെ പൂർണ്ണമായും വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു വ്യക്തിയല്ലെന്ന. ബന്ധുക്കൾ ഇപ്പോൾ ശത്രുക്കളായോ എന്ന ശങ്കയാണ് എന്നെ ഇപ്പോൾ വേട്ടയാടുന്നത്. എന്താ അമ്മേ ഇവിടെ ഒറ്റയ്ക്കിരുന്ന് ആലോചിക്കുന്നേ? ഏയ് ഒന്നുമില്ല, ഞാൻ വെറുതെ. ശ്യാമളേച്ചി, കുടിക്കാൻ അല്പം വെള്ളം തരൂ. അമ്മ ഈ പറഞ്ഞത് കള്ളം. രാവിലെ അമ്പലത്തിൽ നിന്ന് കാറി കയറുന്നത് മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നതാ. അമ്മയുടെ മനസ്സിൽ എന്തോ പ്രശ്നം അലട്ടുന്നുണ്ട്. വിരോധം ഇല്ലെങ്കിൽ അമ്മയ്ക്കത് എന്നോട് പറയാ എന്താണെന്ന്. എനിക്കിന്ന് അമ്പലത്തിൽ വെച്ച് വക്കീലമ്മാവനോട് കുറച്ച് പരുഷമായി സംസാരിക്കേണ്ടി വന്നു. എന്റെ ഭർത്താവിനെ കുറിച്ച് അമ്മാവൻ എന്തൊക്കെയോ തെറ്റിദ്ധാരണകള്. അതാണ് അദ്ദേഹം അങ്ങനെ സംസാരിച്ചത്. പക്ഷെ അമ്മേ, വക്കീലമ്മാവൻ ഒരുപാട് അനുഭവമുള്ള ആളല്ലേ? അദ്ദേഹം പറഞ്ഞതിൽ എന്തെങ്കിലും സത്യം ഉണ്ടാവാതിരിക്കോ അമ്മേ? ഏയ്, നീയും അങ്ങനെ സംസാരിക്കരുത്. അടുപ്പമുള്ള മനസ്സുകൾക്കിടയിൽ സംശയത്തിന്റെ ഒരു കനല് വീണാൽ അത് നീറി നീറി അവിടെ കിടക്കും. പിന്നെ കുടുംബത്തിൽ ഒരിക്കലും സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവില്ല. വക്കീലമ്മാവന്റെ വാക്ക് അങ്ങനെ ഒരു കനല. അതിൽ സത്യം ഉണ്ടെന്നോ ഇല്ലെന്നോ നമ്മൾ ഉറപ്പിക്കണ്ട. പകരം എല്ലാം നമുക്ക് ദേവിക്ക് സമർപ്പിക്കാം. ദേവി തന്നെ യഥാർത്ഥ ഉത്തരം കാണിച്ചു തരട്ടെ. വെള്ളം. എല്ലാം ദേവിക്കും ദേവനും വിട്ടുകൊടുക്കുന്ന നല്ലതാ. ഒപ്പം മൃത്യുഞ്ജ ഹോമവും പുനരുജ്ജീവന ആവാഹനവും കൂടി നടത്താൻ മാത്രം മറക്കരുത്. പുനരുജ്ജീവന ആവാഹനം അതിതുവരെ കേട്ടിട്ടില്ലല്ലോ. ആ, അങ്ങനെയൊന്നുണ്ട്. നമ്മൾ ഉടവാൾ വെച്ച് പൂജിച്ച ശ്രീമൂല സ്ഥാനത്ത് തൃപ്പങ്ങോട്ട് തറവാട്ടുകാര് കാലാകാലങ്ങളായി നടത്തിവരുന്ന വിശേഷപ്പെട്ട പൂജയാണത്. നമ്മൾ മാത്രമാണോ അത് നടത്തുന്നേ? അല്ല, വേറെയും കുടുംബക്കാര് നടത്താറുണ്ട്. പക്ഷേ നമ്മുടെ തറവാട്ടിൽ ഓരോ കുഞ്ഞ് ജനിക്കുമ്പോഴും അവരുടെ ആയുസ്സും ആരോഗ്യവും ബുദ്ധിയും കരുത്തും ഉറച്ചു കിട്ടാൻ ഇതൊരു നേർച്ച പോലെ നടത്തും. പിറക്കാൻ പോകുന്ന എന്റെ മകന്റെ പേരിലും അത് നടത്തണമെന്നാ ശ്യാമളേച്ചി സൂചിപ്പിച്ചതിന്റെ അർത്ഥം. ആഹാ, എന്നാ പിന്നെ നമുക്ക് നാളെ തന്നെ അങ്ങ് നടത്തിയാലോ? ഏയ്, അത് വേണ്ട. കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞു മതി. 1 വയസ്സാകുമ്പോഴെങ്കിലും അത് നടത്തിയില്ലെങ്കിൽ ദേവി അടയാളം കാണിച്ചു തരുമെന്ന് അമ്മയൊക്കെ പറഞ്ഞിട്ടുള്ളത്. അത് നേരത്തെ ആയാൽ കുഴപ്പമുണ്ടോ ഇല്ലയോ എന്ന് ഈശ്വരിയമ്മ വരുമ്പോൾ വേണം ചോദിക്കാൻ. അതിന് ഈശ്വരിയമ്മ വരണ്ടേ? അന്ന് അമ്പലത്തിൽ വന്ന് എന്തൊക്കെയോ പറയാതെ പറഞ്ഞ് പാതി വഴിയിൽ പോയതാ. പിന്നെ ഇതുവരെ കണ്ടിട്ടില്ല. ഈശ്വരിയമ്മ വരും. അറിയാവുന്നത് പറയുകയും ചെയ്യും. എനിക്കത് തീർച്ചയാ. മതി. അല്ലമ്മേ, ഉറങ്ങാനൊന്നും അപ്പൊ ഉദ്ദേശിച്ചില്ലേ? നേരെ ഒരുപാട് കഴിഞ്ഞു. വാ, പോയി കിടന്ന് ഉറങ്ങാൻ നമുക്ക്. നീ പൊയ്ക്കോളൂ. എനിക്ക് അല്പനേരം കൂടി ഇരിക്കണം. അദ്ദേഹം അമ്മയോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. വന്നാലേ എനിക്ക് ഉറങ്ങാൻ പറ്റൂ. ശരി. അമ്മേ മഹാമായേ, ഇവിടെങ്ങും ആരെയും കാണുന്നില്ലല്ലോ. എന്നാ പിന്നെ ഇതിനെ ഒരു ന്യായമാക്കി തിരികെ പോയാലോ? അത് പാടില്ല. ആ മേഘനാഥൻ അറിയാതെയാണെങ്കിലും മനസ്സിൽ തെളിഞ്ഞ സത്യങ്ങൾ പറഞ്ഞേ തീരൂ. ഇപ്പോഴെങ്കിലും
അത് പറയാതിരുന്ന തൃപ്പങ്ങോട്ട് കുടുംബത്തിന്റെയും തൃപ്പങ്ങോട്ട് ദേശത്തിന്റെയും നാശം കണ്ണാലെ കാണേണ്ടി വരും. എന്ത് പ്രലോഭനം ഉണ്ടായാലും എന്ത് തന്നെ സംഭവിച്ചാലും ഇന്ന് ഞാനത് പറയും, പറഞ്ഞേ പറ്റൂ. അമ്മേ, മഹാമായേ, ഈശ്വരിയമ്മ, വേണ്ട വേണ്ട, ഈ സമയത്ത് ഇങ്ങനൊന്നും ഓടി വരരുത് മോളെ. എവിടെയായിരുന്നു? ഊരു ചുറ്റിയുള്ള ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞോ? ഈശ്വരിയമ്മ, എന്റെ ഉള്ളിൽ വളരുന്നത് ഒരാൺകുഞ്ഞാണെന്നും അത് എന്റെ അച്ഛന്റെ പുനർജന്മമാണെന്നും പറഞ്ഞിരുന്നു. സംശയിക്കണ്ട, അതങ്ങനെ തന്നെയാ എനിക്ക് വെളിപ്പെട്ടത്. പക്ഷേ അതിനോടൊപ്പം തന്നെ ഭയപ്പെടുത്തുന്ന മറ്റു ചില കാര്യങ്ങളും ഉണ്ട് കുഞ്ഞെ. അതൊന്നും ഇപ്പൊ പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഭയമോ? എന്റെ ദൈവമേ, 33 കോടി ഈശ്വരന്മാരും കാവലുള്ള സാക്ഷാൽ ഈശ്വരിയമ്മയ്ക്ക് ഭയമോ? മോളെ, ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് ആളുകളുടെ യഥാർത്ഥ സ്വഭാവം തിരിച്ചറിയാൻ കഴിഞ്ഞൂന്ന് വരില്ല. അത് നമ്മുടെ ആര് തന്നെയായാലും അങ്ങനെ തന്നെ. എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല. എന്റെ ജ്ഞാനദൃഷ്ടിയിൽ ഞാൻ കണ്ട കാര്യങ്ങൾ മാത്രമേ ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അതും പറഞ്ഞു പൂർത്തിയാക്കാൻ എനിക്ക് കഴിഞ്ഞാൽ മാത്രം. പ്രതിഷ്ഠയുടെ അന്ന് മോളുടെ വയറ്റത്ത് കൈവച്ച് ഞാൻ പ്രാർത്ഥിച്ചപ്പോ കുഞ്ഞ് ആൺകുഞ്ഞാണെന്നും അത് വാസുദേവൻ അദ്ദേഹത്തിന്റെ പുനർജന്മമാണെന്നുള്ള വെളിപാടിനൊപ്പം മറ്റൊന്നുകൂടി വെളിപ്പെടുകയുണ്ടായി. സംരക്ഷിക്കേണ്ടവര് തന്നെ അതിന് വിരുദ്ധമായി. മേലാൽ സുഭദ്രയെ വന്ന് കാണാനും ഉൾവിളി, ദൈവ സന്ദേശം, ഭാവി പ്രവചനം എന്നൊക്കെ പറഞ്ഞ് ശല്യം ചെയ്യാനും ശ്രമിച്ചാൽ അന്ന് തകർക്കും നിങ്ങളുടെ സ്വന്തം തലയും, പിന്നെ ദാ ഈ തലയും. സംരക്ഷിക്കേണ്ടവർ തന്നെ അതിന് വിരുദ്ധമായി? എന്താ നിർത്തിയത്? ബാക്കി കൂടെ പറയൂ. സംരക്ഷിക്കേണ്ടവർ തന്നെ അതിന് വിരുദ്ധമായി? അല്ല, ആരായത്? ഈശ്വരി അമ്മേ? ഈ വഴിക്കൊന്നും കാണാറില്ലല്ലോ. സുഭദ്ര എന്നും തിരക്കാറുണ്ടായിരുന്നു. ഈശ്വരി അമ്മയ്ക്ക് നമ്മളോട് എന്തോ പറയാനുണ്ട്. പക്ഷേ അമ്മ അത് പറയാൻ ശ്രമിക്കുമ്പോ എന്തോ ഒരു തടസ്സം പോലെ. അത് ചിലർക്ക് അങ്ങനെയാ. അനുഗ്രഹം കൂടുമ്പോ വിറയല് വരും. പിന്നെ പിന്നെ തുള്ളി ഉറഞ്ഞാലേ എന്തെങ്കിലും പറയാൻ പറ്റൂ. അമ്മ എന്തൊക്കെയാ പറയുന്നത്? എത്ര വിയർത്താലും തുള്ളിയാലും നേരെ ഇരുട്ടിക്കഴിഞ്ഞാൽ പ്രശ്നം പറയാൻ പാടില്ലെന്നാ ശാസ്ത്രം. അതാ ഈശ്വരി അമ്മയ്ക്ക് ഒന്നും പറയാൻ പറ്റാത്തത്. പക്ഷേ അങ്ങനെ ഒരു ശാസ്ത്രം ഉണ്ടോ? ഞാൻ അങ്ങനെ കേട്ടിട്ടില്ലല്ലോ. ഉണ്ടെന്നേ. പ്രത്യേകിച്ചും ഈ ഗർഭാവസ്ഥയിൽ മോൾ ഇനി ശാസ്ത്രം ഒന്നും തെറ്റിക്കാൻ നിൽക്കണ്ട. അതെ അതെ, മാത്രമല്ല ഈശ്വരി അമ്മയെ കണ്ടാലേ അറിയാം എന്തോ ചില ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെന്ന്. അമ്മ ഒരു കാര്യം ചെയ്യാം, ഈശ്വരി അമ്മയെ ഒന്ന് ആശ്രമം വരെ കൊണ്ടാക്കുക. പാവം ഈശ്വരി അമ്മ ആകെ ക്ഷീണിച്ചിരിക്കുക. വേലയിലുണ്ട് വണ്ടിയില്. അതൊന്നും വേണ്ട, ഞാൻ തനിയെ പൊയ്ക്കോളാം. അത് പറ്റില്ല പറ്റില്ല പറ്റില്ല. ഈശ്വരമ്മയെ പോലൊരാള് ഈ നാടിന്റെ തന്നെ വിളിച്ചോ? അങ്ങനെ ഒരാളെ കാത്തു സൂക്ഷിക്കേണ്ടത് ഞങ്ങളുടെ ഓരോരുത്തരുടെയും കടമയാ. അമ്മ വരൂ, വരൂന്നേ. വരൂ.
വല്ലാത്തൊരു നെഞ്ചെടുപ്പ് തോന്നുന്നല്ലോ. എന്തോ ഒരാപത്ത് വരാൻ പോകുന്നത് പോലെ. ഈശ്വര്യമ്മയുടെ മുഖത്തും ഉണ്ടായിരുന്നു വല്ലാത്തൊരു വിഷമാവസ്ഥ. നീ കാപട്യം കണ്ടിട്ടില്ലാത്ത കുട്ടിയാണ്. ഈ ലോകം മുഴുവൻ പൊയ്മുഖമാണിപ്പോ. അത്തരമൊരു പൊയ്മുഖം അണിഞ്ഞാണ് ഭവാനിയും മകനും ജീവിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചന്ദ്രമോഹൻ അമ്മാവനും തന്നിരുന്നു ചില ദുസൂചനകൾ. ഇനിയൊരു പക്ഷേ ഈശ്വരിയമ്മയും വക്കീലമ്മാവനും ചന്ദ്രമോഹൻ അമ്മാവനും ഒക്കെ ഭയപ്പെടുന്നത് പോലെ അദ്ദേഹം ആളൊരു അപകടകാരി ആയിരിക്കുമോ? ഒരു കുടുംബദ്രോഹി? ഭഗവാനെ, സൗഭാഗ്യമോളുടെ കരച്ചിലാണല്ലോ. മോളെ, സാരമില്ല മോളെ, ഞാനല്ലേ പറയുന്നേ, കുഴപ്പമില്ല, ഇപ്പൊ ശരിയാവും. ആ ആ ആ. എന്താ മോളെ ഈ കാണിച്ചേ? ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുള്ളതാ ഓടിക്കളിക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കണമെന്ന്. ശോ, ഇത് ചോര കാണാത്തത് ഭാഗ്യമെന്ന് പറഞ്ഞാ മതി. എന്താ എന്താ പറ്റിയേ? അതമ്മ, ഞാനും ചേച്ചിയും കൂടി ഇവിടെ ഓടിക്കളിക്കായിരുന്നു. അപ്പോ അപ്പൊ എന്തു പറ്റി? ഒന്നുമില്ലമ്മേ, ഞാൻ ശ്രദ്ധിക്കാതെ എന്റെ കാലൊന്ന് കസേര തട്ടി വീണതാ. അപ്പോഴേക്കും ചേട്ടൻ വന്നു. വന്നു പറഞ്ഞാ പോരാ, കൃത്യസമയായിരുന്നു. നില തെറ്റി മുട്ടിടിച്ച് വീണതിനൊപ്പം തല തൂണിലടിച്ച് തകർന്നേനെ. ഞാൻ പിടിച്ചു മാറ്റിയതുകൊണ്ട് രക്ഷപ്പെട്ടു. ഇതാ ചേട്ടാ വെള്ളം. ആ, ഇങ്ങനെ നന്നായി. ദേ, ഇത് വെള്ളം തേച്ച് നന്നായിട്ട് തടവിയാ മതി, നീര് വരില്ല, വേദനയും മാറിക്കോളും. ആ, ദൈവമേ, ഈ മനുഷ്യനെയാണല്ലോ നിമിഷങ്ങൾക്ക് മുൻപ് ഞാൻ തെറ്റിദ്ധരിച്ചത്. എന്നോട് പൊറുക്കണേ ദൈവങ്ങളെ. നിങ്ങൾ ഇത് എങ്ങോട്ടാ എന്നെ കൊണ്ടുപോന്നേ? കുറെ നേരമായല്ലോ. പുറത്ത് ഇരുട്ടായത് കൊണ്ടൊന്നും കാണാനും പറ്റുന്നില്ല. ഈശ്വരിയമ്മ പേടിക്കണ്ട, ഞങ്ങൾ നിങ്ങളെ യഥാർത്ഥ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചിരിക്കും ഉടൻ തന്നെ. എനിക്കിനി ഇതിനകത്തിരുന്ന ശ്വാസം മുട്ടും. എവിടാന്ന് വെച്ചാ ഞാൻ ഇറങ്ങിക്കോളാം. ഞാൻ നടന്നു പൊയ്ക്കോളാം. അതൊന്നും പറ്റില്ല. ആന ഇറങ്ങുന്ന വഴിയാ. ഇവിടെ ഇറക്കി വിട്ടു എന്നറിഞ്ഞാൽ അദ്ദേഹം എന്നെ വെടിവെച്ച് കൊല്ലും. അത് ശരിയാ ഈശ്വരിയമ്മേ. മേഘനാഥന്റെ ജാതകത്തിൽ ഇതുപോലൊരു പാതിരാത്രി ഒരാളെ കൊന്നുകളയുമെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അല്ല, അവന്റെ കാര്യം ആർക്കും മുൻകൂർ പറയാൻ പറ്റില്ല, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. എന്റെ കൈക്ക് വജ്രമോതിരം മാത്രമല്ല ഈശ്വരിയമ്മേ, ഇതു ഇണങ്ങും.
അപ്പൊ എത്തേണ്ട സ്ഥലത്ത് തന്നെ നമ്മൾ എത്തിക്കഴിഞ്ഞു. ഇനി ഈശ്വരിയമ്മയ്ക്ക് ഇറങ്ങാം. മേഘനാഥൻ എന്തൊക്കെയോ ചിലത് സംസാരിക്കാനുണ്ട്. ഇല്ല, എനിക്കൊന്നും സംസാരിക്കാനില്ല. നമുക്ക് പോവാം ഇവിടുന്ന്. അയ്യോ, അത് പറ്റില്ലല്ലോ ഈശ്വരിയമ്മേ. മേഘനാഥനൊന്ന് നിശ്ചയിച്ചാ അത് നടത്തിയിട്ടേ അവനടങ്ങും. സ്വയം ഇറങ്ങിയില്ലെങ്കിൽ വേലയൻ നിങ്ങളെ പിടിച്ചിറക്കും. ഈ തിരുവസ്ത്രവും തിരുശരീരവും വേലയന്റെ കൈകൊണ്ട് വൃത്തികേടാക്കണമെന്ന് സ്വയം തീരുമാനിക്കും. ഏതായാലും ഞാൻ ഇറങ്ങാൻ പോവാ. വേണ്ട, ഞാൻ ഇറങ്ങിക്കോളാം. പണ്ടേ ആൾക്കാർ പറയുന്നൊരു തമാശയുണ്ട്. നാട്ടുകാരുടെ ഭാവി പറയുന്ന ഹസ്തരേഖാ ശാസ്ത്രക്കാരന് സ്വന്തം കൈരേഖകളുടെ ഫലം പറയാൻ അറിയില്ല. അറിയാങ്കി പറ, ഈശ്വരി അമ്മയ്ക്ക് എങ്ങനെ മരിക്കാനാ ഇഷ്ടം? കുത്തേറ്റ് ചാവണോ അതോ വെടിയേറ്റ് ചാവണോ? അതോ വഴിയരികിലെ പൊട്ടക്കിണറ്റിൽ വീണ് ചാകണമെന്ന് പറഞ്ഞാൽ മതി? നിങ്ങൾ എന്നെ കൊല്ലാൻ പോവാണോ? വേറെ നിവൃത്തിയില്ലാത്തോണ്ട് ഐശ്വര്യമ്മേ. ഇന്നിപ്പോ ഇടയ്ക്ക് കയറി വന്ന് ഞങ്ങൾ തടസ്സപ്പെടുത്തിയെങ്കിലും നാളെ നിങ്ങൾ വന്ന് സുഭദ്രയെ കാണുമെന്ന് ഉറപ്പാ. അതോടെ തീരും ഞങ്ങളുടെ പദ്ധതികളെല്ലാം. ഇല്ല, ഞാനിനി നിങ്ങളെ ഉപദ്രവിക്കാൻ വരില്ല. എന്നെ ഒന്നും ചെയ്യരുത്. ഞങ്ങള് ചെയ്യില്ല. കരിക്കോത്തി അമ്മയുടെ ശാപം കിട്ടി ഞങ്ങള് വല്ല കല്ലുമായി പോയാലോ? ചെയ്യാൻ പോകുന്നത് ഇവനാ, ഈ വേലയൻ. അമ്മേ, മഹാമായേ. തീർത്തു കഴിഞ്ഞ് കുഴിച്ചിടാൻ നിൽക്കരുത്. പണ്ട് വാസുദേവൻ മുങ്ങാങ്കുഴിയിട്ട് സന്തോഷത്തോടെ മരിച്ചൊരു കായലില്ലേ, അവിടെ കെട്ടിത്താഴ്ത്തിയാ മതി. മനസ്സിലായോ? മനസ്സിലായി. എന്നാ ചെല്ല്. അമ്മേ മഹാമായേ.